എഴുതുന്ന ഓരോ വാക്കിലും വാക്കുകൾക്കിടയിലുള്ള മൗനങ്ങളിലും ബദ്ധശ്രദ്ധനായ അങ്ങേയറ്റം നിഷ്ഠയുള്ള കവിയായിരുന്നു ആറ്റൂർ. ആറ്റൂർ മാഷ്ടെ ശിവം എന്ന കവിത. ശിവം. ഗുരോ, താങ്കളെ എൻ്റെ കണ്ണാൽ കണ്ടിട്ടില്ല. ഗാന്ധിജി, വിവേകാനന്ദൻ, പരമഹംസൻ എന്നിവരെയും പോലെ. എന്നാൽ എല്ലാവരും എൻ്റെ ചിന്തയുടെ ചുഴികളിൽ. താങ്കളുടെ നടപ്പ്, സ്വരം, നോട്ടം ഞാൻ സങ്കല്പിക്കാറുണ്ട്. മേക്കുമലയുടെ തുടുത്ത പടവുകളിലൂടെ യുവയോഗിയായ താങ്കൾ ഇറങ്ങി ഇറങ്ങി വരുന്നത് പൊയ്കകളും മരങ്ങളും കുയിലുകളും അറിയുന്നു. പിന്നെ കുടിലുകൾ, കരകൾ, ദേശം മുഴുവൻ അറിയുന്നു. കടുത്ത വേനൽ വഴിയിലൂടെ വശം കെട്ട് ചെല്ലുന്നവർക്ക് നിലത്തും മാനത്തും പടർന്ന ബോധിവൃക്ഷമായി താങ്കൾ. ചുടലത്തീയെ പോലെ നൃത്തം, ഇറക്കുന്നത് നഞ്ഞ്, അണിയുന്നത് ചാരം, ഉടുക്കുതാളം. അവൻ്റെ രൗദ്രം ഊരുകളിൽ താങ്കൾ പകർന്നു. എല്ലാവർക്കും സ്വയം കാണാൻ, നനയ്ക്കുവാൻ താങ്കൾ കണ്ണാടി കൊടുത്തു. കണ്ണാടിയിൽ അവർ തിരിച്ചറിഞ്ഞു, അഴകിൻ്റെ പാഠങ്ങൾ പഠിച്ചു. താങ്കളുടെ കാലടിപ്പാടുകളുടെ വയലുകളിൽ നിന്ന്, പറമ്പുകളിൽ നിന്ന്, കുന്നിൻ പള്ളകളിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും നടന്നു നീങ്ങി. കൺവിരിച്ച് നോക്കിയപ്പോൾ തങ്ങളെത്തിയിരിക്കുന്നു ആൺമയുടെ, പെൺമയുടെ തിടുക്കം നിറഞ്ഞ പുതുദേശത്തിലേക്ക്. കൈനീട്ടിയാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പഴങ്ങൾ, കിനാവുകൾ ഉൾക്കണ്ണു നിറയെ.